എല്ലാവർക്കും നമസ്കാരം. യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് കുറച്ച് നാളായെങ്കിലും പ്രത്യേകിച്ച് വീഡിയോസൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. കുറച്ചധികം പേര് ചോദിച്ചിരുന്നു, എന്തേ ഈ വീഡിയോസൊന്നും വരാത്തേ എന്ന്. സത്യമായിട്ടും എന്ത് ചെയ്യണം എന്നൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ടും ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉള്ളത് കൊണ്ടാണ് ഇത്രയും വൈകിയത്. അപ്പോൾ പിന്നെ പരീക്ഷണാർത്ഥം ഇന്നത്തെ എൻ്റെ യാത്ര തന്നെ ആയിക്കോട്ടെ എന്ന് കരുതി ഞാൻ വീഡിയോ എടുക്കാൻ നേരത്ത് മഴ പെയ്തു. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റാണ് ആ കണ്ടത്. ചില നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ മഴ പെയ്യുന്നത് നല്ലതെന്ന് കേട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് യാത്ര ഇരിഞ്ഞാലക്കുടേക്കാണ്. എനിക്കൊരു മീറ്റിംഗ് ഉണ്ട് കുടൽമാണിക്യം ദേവസ്വത്തിൻ്റെ. അവിടെ ഉത്സവമാണല്ലോ, അപ്പോൾ അതിൻ്റെ പ്രോഗ്രാം കമ്മിറ്റിയുടെ മീറ്റിംഗ് ആണ്. അപ്പോൾ യാത്ര പോയപ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ബസ്സിൻ്റെ ഉള്ളിൽ TV എല്ലാവർക്കും ആസ്വദിച്ചിരുന്നൊക്കെ പോകാം. പക്ഷെ പരസ്യം മാത്രമേ കാണിക്കുന്നുള്ളൂ, പ്രത്യേകിച്ച് സീരിയലോ സിനിമ ഒന്നും കാണിക്കുന്നില്ല. അപ്പോൾ എന്നെ അറിയാത്തവർക്കായിട്ട് എൻ്റെ പേര് ഇന്ദു എന്നാണ്. ബേസിക്കലി ഞാനൊരു അഡ്വക്കേറ്റാണ്. ഞാൻ ഇരിഞ്ഞാലക്കുടയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. മെയിനായിട്ട് ലീഗൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും ഇൻഫോർമേഷൻസും ഒക്കെയാണ് ഞാൻ എൻ്റെ ഈ വീഡിയോസിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്. ബി പേഴ്സണൽ കണ്ടൻസും വരാം, ഐ ഡോണ്ട് നോ, നമുക്ക് നോക്കാം. അപ്പം അങ്ങനെ മീറ്റിംഗ് സ്ഥലത്തെത്തി പ്രോഗ്രാം കമ്മിറ്റിയുടെ. ഞാനിപ്പോൾ ഒരു 4-5 വർഷമായിട്ട് സ്ഥിരമായിട്ട് കുടൽമാണിക്യം ഉത്സവത്തിൻ്റെ പ്രോഗ്രാം കമ്മിറ്റിയിലുണ്ട്. മെയിനായിട്ട് അനൗൺസറാണ്, പിന്നെ സ്റ്റേജ് മാനേജ് ചെയ്യുന്നുണ്ട്. എനിക്കിഷ്ടമാണ് ഇങ്ങനെ മൈക്കൊക്കെ പിടിച്ച് സംസാരിക്കാൻ. ഇപ്പോൾ കുറച്ച് തൊണ്ടവേദനയും ജലദോഷമൊക്കെ ആയിട്ടിരിക്കുകയാണ്. എങ്കിൽ പോലും എന്നെ ഈ വീഡിയോ ചെയ്യുന്നതിൽ നിന്നും പിന്തിരിപ്പിച്ചില്ല. മീറ്റിംഗ് കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് നാളുകളായിട്ട് ഗ്യാസിൻ്റെ ഒക്കെ ഷോർട്ടേജ് കാരണം മസാല ദോശയും നെയ്റോസ്റ്റൊന്നും എവിടെയും കിട്ടാറില്ല. അപ്പോൾ ജസ്റ്റ് ഇവിടെ ചോദിച്ചപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ കയറി കഴിച്ചതാണ്. നോർമലി ഞാനങ്ങനെ ഒറ്റയ്ക്ക് പോയി കഴിക്കൽ കുറവാണ്. എങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് കിട്ടുമ്പോൾ മിസ് ചെയ്യരുതല്ലോ. ഒരുപാട് ആഗ്രഹിച്ച് കയറിയതാണെങ്കിലും അൺഫോർച്ചുനേറ്റ്ലി ചായ വളരെ മോശമായിരുന്നു. അതുപോട്ടെ, നമ്മളിവിടെ പറഞ്ഞു നിർത്തിയ ഉത്സവം. അപ്പോൾ ഉത്സവത്തിന് ഞാൻ കുറച്ച് ഡെയിലി വ്ളോഗ്സ് പോലെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എത്രത്തോളം പോസിബിൾ ആവുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ മാക്സിമം ശ്രമിക്കാം. ഒരുപാട് വെറൈറ്റി പ്രോഗ്രാംസുകളുണ്ട് അവിടെ. അതുപോലെ തന്നെ ബാക്ക് സ്റ്റേജിലത്തെ വിശേഷങ്ങളും ഞങ്ങൾ കുറച്ച് അണിയറ പ്രവർത്തകരുടെ വിശേഷങ്ങളൊക്കെ പറയാമെന്ന് ഇപ്പോൾ കരുതുന്നുണ്ട്. അങ്ങനെ അവിടെ വെച്ച് കണ്ട എനിക്കറിയാവുന്ന ഒരു ഫാമിലിക്ക് ടാറ്റയൊക്കെ പറഞ്ഞ് ഞാൻ പോയത് ഒരു സെറ്റ് മുണ്ട് വാങ്ങാനാണ്. അമ്മയുടെ ബർത്ത്ഡേ ആണ് 24-ാം തീയതി. അപ്പോൾ അമ്മയ്ക്ക് ഗിഫ്റ്റ് ചെയ്യാൻ. അപ്പോൾ ഉത്സവത്തിനൊക്കെ വരുമ്പോൾ അമ്മയ്ക്ക് കൊടുക്കാമല്ലോ. ഞാൻ മാത്രമല്ല, അച്ഛനും ഉണ്ട് പ്രോഗ്രാം കമ്മിറ്റിയിൽ. പക്ഷെ അച്ഛനൊന്ന് മീറ്റിങ്ങിന് വരാൻ പറ്റിയില്ല. സെറ്റ് മുണ്ട് ആ കടയിൽ നോക്കിയെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ വേറെ 1-2 ഷോപ്പിലൊക്കെ കയറി വാങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്കതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് വീഡിയോ ഒക്കെ ചെയ്യാം. ഇനിയിപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ കോമൺ ആയിട്ടുള്ള ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് വീഡിയോസ് ഇടാം കേട്ടോ. ഇതിലിപ്പോൾ ഈ വീഡിയോയിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഞാനൊരു ഇൻട്രൊഡക്ഷൻ പോലെയും എൻ്റെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ മാറ്റാൻ വേണ്ടി മാത്രം ഇട്ടൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് കാണേണ്ടവരാണ്. അപ്പോൾ ഓക്കെ, ബൈ.